ഫോർസ്കിൻ ശസ്ത്രക്രിയ അതായത് കുട്ടികൾക്ക് കൂടുതലായും വരുന്നു. ഇതിൽ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉള്ളത്? എന്തുകൊണ്ടാണ് അത് വരുന്നത്? നമ്മൾ എപ്പോഴാണ് അത് ചെയ്യുക? ചികിത്സ ചെയ്യേണ്ടത്? വരാതിരിക്കാൻ എങ്ങനെ ഒഴിവാക്കാം? വന്നാൽ എങ്ങനെ? ശസ്ത്രക്രിയ ഇല്ലാതെ അത് ഒഴിവാക്കാം എന്നതിനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് വളരെ സംശയങ്ങൾ ഉണ്ടാകും. അതിനാൽ പ്രത്യേകമായി ഈ വീഡിയോയിൽ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഫോർസ്കിൻ ടൈറ്റനിങ് ഫൈമോസിസ് അല്ലെങ്കിൽ ഫോർസ്കിൻ ടൈറ്റനിങ് സംബന്ധിച്ച് പൂർണ്ണമായി ഈ വീഡിയോയിൽ കാണാം. ഞാൻ അശോക്, ശക്തി ഫെർട്ടിലിറ്റി ആൻഡ് ശ്രീ ചക്ര ഹോസ്പിറ്റൽ. ഈ വീഡിയോയിൽ നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് സെക്ഷനിൽ ചോദിക്കൂ. പെരുമ്പാലും സർക്കംസിഷൻ എന്നത് ഫോർസ്കിൻ ശസ്ത്രക്രിയയാണ്. എന്തെന്നാൽ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന്റെ ആൺ അംഗത്തിന്റെ ഫോർസ്കിൻ ചുരുങ്ങിയതായോ നീണ്ടതായോ അടഞ്ഞതായോ ഉണ്ടാകാം. ആ തൊലി മാത്രം അടയാളങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള അളവിൽ നീക്കം ചെയ്യുന്നതാണ് സർക്കംസിഷൻ. ഈ സർക്കംസിഷൻ പെരുമ്പാലും മതപരമായ കാരണങ്ങൾക്കായാണ് ചെയ്തു വരുന്നത്. എന്നാൽ പല കുഞ്ഞുങ്ങൾക്കും പ്രശ്നം ഉണ്ടാകുമ്പോൾ മെഡിക്കൽ കാരണങ്ങൾക്കായും ഇത് ചെയ്യാം. ഇപ്പോൾ ഫോർസ്കിൻ എന്താണ്, അഥവാ ഫോർസ്കിൻ എന്നത് എന്താണ് ഡോക്ടർ എന്നതാണ് പലരുടെയും ചോദ്യം. ഫോർസ്കിൻ എന്നത് ആൺ അംഗത്തിന്റെ പ്രീപ്യൂസ് ആണ്. അത് അംഗത്തിന്റെ മുൻഭാഗത്ത് ഉണ്ടാകുന്ന വളരെ സെൻസിറ്റീവ് ആയ ഒരു ഭാഗത്ത് സംരക്ഷിക്കുന്നതിനായി സ്വാഭാവികമായി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇതിൽ 2 ലെയറുകൾ ഉണ്ടാകും. ഒന്ന് ഔട്ടർ ലെയർ, മറ്റൊന്ന് ഇന്റർ ലെയർ. ഔട്ടർ ലെയർ ആൺ അംഗത്തിന്റെ തോലിന്റെ വിപുലീകരണമായി ഉണ്ടാകും. ഇന്റർ ലെയർ അംഗത്തിന്റെ ഉള്ളിലെ തോലിന്റെ വിപുലീകരണമായി ഉണ്ടാകും. പെരുമ്പാലും കുഞ്ഞ് ജനിച്ച ഉടനെ അത് പിൻവലിക്കാൻ കഴിയില്ല. അതിനാൽ പ്രാരംഭഘട്ടത്തിൽ അത് പിന്നിലേക്ക് വലിക്കാൻ കഴിയില്ല. പോകുന്തോറും നിശബ്ദത കൂടി വരുന്നു. മാറാം. ഫോർസ്കിന്റെ പ്രയോജനങ്ങൾ എന്താണ്? ഫോർസ്കിൻ എന്ത് ചെയ്യും? നമ്പർ 1, ഗ്ലാൻസ് പെനിസിനെ സംരക്ഷിക്കുന്നതിനാണ്. ഗ്ലാൻസ് പെനിസ് മൂടിയിരിക്കുമ്പോൾ അതിന്റെ സെൻസിറ്റിവിറ്റി കൂടുതലായിരിക്കും. രണ്ടാം പ്രധാന കാര്യം, മൂത്രം പോകും തുറമുഖം അതായത് യൂറത്രയെ സംരക്ഷിക്കുന്നു. അത് മൂടിയിരിക്കുന്നതിനാൽ കുട്ടികൾക്ക് അണുബാധ പ്രവേശിക്കാതിരിക്കാൻ സ്വാഭാവികമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സർക്കംസിഷൻ എന്തിന് ആവശ്യമാണ്? എപ്പോൾ, എന്തുകൊണ്ട് സർക്കംസിഷൻ നടത്തുന്നു? ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നോക്കാം. ഒന്നാമത്തെ കാരണം, കുട്ടികളിൽ ഈ ചർമ്മം പിന്നീട് പുറത്തു വരും. നീക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ വന്നാൽ വീണ്ടും അവർക്ക് മൂത്രനാളിയിലെ അണുബാധ അടുത്തത് ഉടൻ വരുന്നു. ഇതിനെ ഹോൾ മിയാറ്റിസ് എന്ന് വിളിക്കാം. മൂത്രം പുറത്തു വരും. മൂത്രനാളി പോകുമ്പോൾ ഒരു ബലൂണിനെ വീർപ്പിച്ചിരിക്കുന്നു. അതിൽ നിന്ന് മൂത്രം വരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് മാത്രമേ അത് സാധാരണ രൂപത്തിലേക്ക് വരൂ. അതിനാൽ ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ആവർത്തിച്ച് അവർക്ക് ആ അണുബാധ ഉണ്ടാകുന്നു. അതിനാൽ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ആ കുട്ടിക്ക് തീർച്ചയായും ഈ ചികിത്സ നടത്താം. അതിനാൽ എങ്ങനെ? ഫൈമോസിസ് ശസ്ത്രക്രിയ അല്ലെങ്കിൽ സർക്കംസിഷൻ ഇതിന്റെ അത് അടുത്തത് നോക്കാം. കൂടുതലായും ഇതിന് എന്തുകൊണ്ട് ചെയ്യുന്നു? കൂടുതലായും ഞാൻ പറഞ്ഞതുപോലെ ഇത് മതപരമായ അവർ അത് ചെയ്യേണ്ടതിന്റെ കാരണങ്ങൾ. അതില്ലാതെ നമ്മുടേത് വരും. അണുബാധയോ അല്ലെങ്കിൽ മിയാറ്റിസ് വളരെ ചെറുതായിരുന്നാലോ മൂത്രം പോകാൻ വളരെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലോ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ മെഡിക്കൽ കാരണങ്ങൾക്കായി കുട്ടികൾക്ക് ഈ ശസ്ത്രക്രിയ നടത്തുന്നു. അതുപോലെ എന്താണ് ഈ ശസ്ത്രക്രിയ ചെയ്ത ശേഷം തുടരാൻ എന്തുതരം പരിചരണം എല്ലാം പരിച്ഛേദനയ്ക്ക് ശേഷം നൽകേണ്ടത്? ആവശ്യമെങ്കിൽ മിക്കവാറും ആ അവയവം വൃത്തിയായി സൂക്ഷിക്കണം. ശസ്ത്രക്രിയാനന്തരമായി കുട്ടിയെ നന്നായി കുളിപ്പിക്കുന്നപ്പോൾ ആ അവയവവും നന്നായി സോപ്പ് വെള്ളം ഉപയോഗിച്ച് നന്നായി വൃത്തിയാക്കണം. ഓയിന്റ്മെന്റുകൾ ഉപയോഗിക്കണം. ആന്റിബയോട്ടിക്കുകൾ ശരിയായി നൽകണം. ഇങ്ങനെ ഭാവിയിലും എന്തെങ്കിലും അണുബാധ വന്നാലും അത് സുരക്ഷിതമായി നമുക്ക് പരിപാലിക്കണം. അതിനാൽ ഈ കുട്ടികളിലെ സർക്കംസിഷന്റെ ഗുണങ്ങൾ നോക്കിയാൽ പ്രധാനമായും മതപരമായ കാരണമാണ്. രണ്ടാമതായി, അവർക്ക് ജീവിതകാലം മുഴുവൻ ആ ഭാഗം വളരെ വൃത്തിയായി പരിപാലിക്കപ്പെടും. അവർക്ക് മൂത്രപഥ അണുബാധ പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയില്ല. അതുപോലെ അവരുടെ ഭാവി ലിംഗാരോഗ്യം വളരെ ആരോഗ്യകരമായിരിക്കും. പിന്നെ ഈ ലിംഗപ്രക്രിയ എന്ന് പറയാം. അതായത് ആവർത്തിച്ച് മൂത്രം ആ ഫോർസ്കിൻ വന്ന് അണുബാധ പിടിപെടുന്നതിൽ കുഴപ്പമില്ല. ജീവിതം ഒരിക്കലും നിറയുകയില്ല. ഇതും ചികിത്സയുള്ളവർക്കു ലിംഗ കാൻസർ വരുന്നത് ഏകദേശം ഇല്ല. അങ്ങനെ പറയുമ്പോൾ ഇത് ഒരു പ്രയോജനകരമായ പ്രക്രിയ ആയിരിക്കും. ശസ്ത്രക്രിയ വിദഗ്ധൻ ഇത്രയും പ്രയോജനകരമായ ഒരു പ്രക്രിയയാണെങ്കിൽ ഇതിൽ എന്താണ്? പരിണതഫലങ്ങളുടെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? കണ്ടോ? അത് അതുപോലെ തന്നെ. ഒരു കാര്യം, ആ കുട്ടിക്ക് ആ പ്രായത്തിൽ ഒരു ശസ്ത്രക്രിയ നടത്താം. അങ്ങനെ പറയുമ്പോൾ മാനസിക സമ്മർദ്ദ ഘടകം ഉണ്ടാകും. 2-3 ദിവസങ്ങൾ വേദന ഉണ്ടാകും. ആ സുഖം പ്രാപിക്കുന്ന സമയം ഇതെല്ലാം വലിയ പ്രശ്നമായി ഇരിക്കുമെങ്കിലും വൈദ്യശാസ്ത്രപരമായി ഇതിന് മറ്റെന്തെങ്കിലും വലിയ ദോഷങ്ങൾ അത് തീർച്ചയായും വരില്ല. നമ്മളെക്കുറിച്ചുള്ള എല്ലാം ഡോക്ടർ ഇത് പറഞ്ഞപ്പോൾ നമുക്കറിയാം. അത് ചെയ്യൂ അല്ലെങ്കിൽ ചെയ്യാതിരിക്കൂ. അങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെയും പ്രധാന ചോദ്യം എപ്പോൾ ചെയ്യരുത് എന്നതാണ്. ഇതിൽ ഹൈപ്പോസ്പാഡിയാസ് എന്നൊരു അവസ്ഥയുണ്ട്. അതായത് ആ ഫോർസ്കിൻ വളരെ കുറവായിരിക്കും. കുട്ടികളുടെ തുറവിന്റെ സ്ഥാനം വളരെ താഴെ. നോക്കിയാൽ ആ സാഹചര്യത്തിൽ ഈ സർക്കംസിഷൻ ശസ്ത്രക്രിയ ചെയ്യരുത്. ഇത് പ്രധാനമായും നിങ്ങളുടെ ഡോക്ടർ അത് പരിശോധിക്കാം. ചെയ്ത് അത് ശരിയാണോ ചെയ്യാമോ എന്ന് പരിശോധിക്കുക. അതാണ് മികച്ച നിർദ്ദേശം അവർ നൽകും. അതേസമയം ആ സ്ഥലത്ത് ഭയങ്കരമായ അണുബാധയോ ജ്വരമോ ഉണ്ടെങ്കിൽ ആ സമയങ്ങളിലും ഇത്തരത്തിലുള്ള ചികിത്സ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. അടുത്തത്, ഈ ശസ്ത്രക്രിയയുടെ സങ്കീർണത കാണുമ്പോൾ ഏകദേശം അവഗണനീയമാണ്. ഇന്ന് എല്ലാ കേന്ദ്രങ്ങളും വളരെ
ഉയർന്ന ലേസർ സർക്കംസിഷൻ ആകട്ടെ, സ്റ്റാപ്ലർ സർക്കംസിഷൻ ആകട്ടെ പോലുള്ള വിവിധ ആധുനിക സാങ്കേതിക വിദ്യകളിൽ എത്തി ഈ പ്രക്രിയ ചെയ്യുന്നതിന് സങ്കീർണതകൾ ഏകദേശം ശൂന്യമാണ്. വളരെ അപൂർവമായി ഒരു കേന്ദ്രത്തിൽ വന്ന് ചില കേന്ദ്രങ്ങളിൽ അധിക ത്വക്ക് നീക്കം ചെയ്യാം, അല്ലെങ്കിൽ വളരെ ത്വക്ക് വിട്ടുകിട്ടാം. അതിനാൽ ടൈറ്റനിങ് ആവാം. വളരെ അപൂർവം. സങ്കീർണതകൾ ഉറപ്പായും ഉണ്ടാകാം. അടുത്തത് അവസാനത്തെ പ്രധാനപ്പെട്ട കാര്യം. ശരി, ഡോക്ടർ, ശസ്ത്രക്രിയ കൂടാതെ എനിക്ക് ഇത് ചെയ്യാം. അതൊഴിച്ച് ഒഴിവാക്കാൻ കഴിയുന്നത് എല്ലാവരുടെയും ആഗ്രഹം ഇത് എങ്ങനെ ചെയ്യാമെന്ന്. കുട്ടി ജനിച്ചതു മുതൽ കുളിക്കുമ്പോൾ ആ തൊലി പുറത്തു വരും. നമ്മൾ കുറച്ച് പിന്നോട്ടമാണ്. അങ്ങനെ വരാത്ത പക്ഷം അതിന് പല മരുന്നുകളും ക്രീമുകളും ഉണ്ട്. അത് പൂശി സാവധാനം മസാജ് ചെയ്താൽ അതിനെ പരമാവധി ഒഴിവാക്കാം. അതുപോലെ ആ കുട്ടിക്ക് നല്ല ശുചിത്വം ഉറപ്പാക്കാൻ പുറം ജനനേന്ദ്രിയങ്ങൾ നമ്മൾ പരിപാലിക്കണം. മൂത്രപഥ അണുബാധ ഉണ്ടെങ്കിൽ ഉടൻ പരിഹരിക്കണം. ഏതെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതിന് അനുയോജ്യമായ ഡോക്ടറെ കാണുക. അതിനെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ നേടുക. എനിക്കറിയണം, അപ്പോൾ പരിച്ഛേദന വന്നിരിക്കുന്നു. ഒരു വലിയ ശസ്ത്രക്രിയയല്ല ഇത്. 15 മുതൽ 20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. ഇന്നത്തെ ലേസർ, സ്റ്റാപ്ലർ സർക്കംസിഷൻ എന്നിങ്ങനെ വളരെ ആധുനിക രീതികൾ ഉണ്ടായതിനാൽ വളരെ എളുപ്പത്തിൽ ഇതിൽ നിന്ന് മോചനം നേടാം. പ്രക്രിയയായി ചെയ്യുന്നതിനാൽ ആ കുട്ടികൾക്ക് വളരെ ഗുണങ്ങൾ ഉണ്ടാകും. അതിനാൽ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും ഇതിൽ ചർച്ച ചെയ്തിരിക്കുന്നു. കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കൂ. തുടർന്ന് ചർച്ച ചെയ്യാം. ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ സ്നേഹം. ആശംസകളോടെ ഡോക്ടർ അശോക് നന്ദ്.